നമ്മളിന്ന് പോകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ദിനം പ്രതി എത്തുന്ന അർമേനിയയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ മദർ അർമേനിയ. എൻ്റെ ഈ യാത്രയുടെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം എന്നെ യാത്ര ചെയ്യാൻ ഇവിടം വരെ എത്തിച്ചത് നിങ്ങളാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ചങ്ങാതിമാരെ. നമുക്ക് അവിടെ എത്താൻ രണ്ട് വഴിയുണ്ട്. ഒന്നുകിൽ ടാക്സിയിൽ പോവുക, അല്ലെങ്കിൽ ബസ്സിൽ പോവുക. വെറും 150 ഡ്രാംസ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ എത്താൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയല്ലേ. ഇതുപോലുള്ള മെഷീനിൽ നമ്മൾ 150 ഡ്രാംസ് കോയിൻ ഇട്ട് കൊടുത്താൽ ഇതുപോലുള്ള QR കോഡ് ലഭിക്കും. ഈ QR നമ്മൾ സ്കാൻ ചെയ്താൽ മതി. ആ ബസ് എവിടെ വരെ ഉണ്ടോ നമുക്ക് അവിടെ വരെ പോകാൻ സാധിക്കും. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടക്കുക. ഇവിടെ ഓരോ ബസ്സിനും ഓരോ നമ്പർ പ്രകാരമാണ് പല സ്ഥലത്തേക്കും പോകുന്നത്. നമുക്ക് പോകേണ്ടത് 15ാം നമ്പർ ബസ്സിലാണ്. ഇത്ര കഠിനമായ തണുപ്പിലും ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ ഇതുപോലൊരു കൊട്ടാരം പണിത ഈ ഒരു പക്ഷിയെ കുറച്ചു നേരം ഞാൻ നോക്കി നിന്നു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പോകേണ്ട ബസ് എത്തി. അങ്ങനെ ബസ്സിൽ കയറി QR സ്കാൻ ചെയ്തു. ബസ്സിന്റെ അവസാന സ്റ്റോപ്പ് ഇവിടെ തന്നെ ആയതുകൊണ്ട് ബസ്സിന്റെ അവസാന സീറ്റിൽ തന്നെ നമുക്ക് വിശാലമായിട്ടിരിക്കാൻ പറ്റി. നമ്മൾ അർമേനിയയിലെ ബസ്സുകളുടെ ഉൾവശം നോക്കിയാൽ ഒരു ഫ്ലൈറ്റിൽ ഇരുന്ന് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം അത്രയേറെ മനോഹരവും വൃത്തിയുള്ളതുമാണ് ഈ ബസ്സുകളുടെ ഉൾവശം എന്ന് പറയുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് തന്നെ ഞാനിനി എത്ര സമയമുണ്ടെന്ന് നോക്കി മദർ അർമേനിയയിൽ എത്താനായിട്ട് 1 മണിക്കൂറും 3 മിനിറ്റ്. 1 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കൂ. കാരണം ഒരുപാട് ദൂരമില്ല, ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതാണ്. വളരെ ചെറിയ ദൂരത്ത് പോകാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും. അതിന്റെ കാരണം എന്താ? കാൽനട യാത്രക്കാർക്ക് പൂർണ്ണമായും പ്രാധാന്യം കൊടുക്കുന്ന ഈ രാജ്യത്ത് ഓരോ ജംഗ്ഷനിലും നമുക്ക് സീബ്ര ലൈൻ കാണാൻ പറ്റും. എല്ലായിടത്തും ബസ് നിർത്തിയാണ് പോകുന്നത്. 1 മണിക്കൂറത്തെ യാത്ര ഉണ്ടെങ്കിലും പുറത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമായതുകൊണ്ട് 1 മണിക്കൂർ എന്നുള്ളത് 1 മിനിറ്റ് പോലെ ഓടിപ്പോകും. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി. ആദ്യം തന്നെ കണ്ട കാഴ്ച ഇതാണ്. കുറച്ച് ആളുകളൊക്കെ നിന്ന് റോഡിലെ മഞ്ഞ് കുത്തി ഇളക്കുന്നു. അങ്ങനെ ഞാൻ ഈ മഞ്ഞിന്റെ മനോഹാരിതയൊക്കെ കണ്ട് നടന്നു ചെന്നത് സിറ്റി മാളിന്റെ മുമ്പിൽ. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാനും ആഗ്രഹിച്ചു ഇതിന്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് പോകാം. മാളിലേക്ക് കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് BYD, അതായത് ബിൽഡ് യുവർ ഡ്രീം കാർ. ഇതേ സമ്മാനമായിട്ട് വെച്ചേക്കുവാണ്. ഇന്നെന്തോ പ്രത്യേകതയുള്ള ദിവസമായിരുന്നു തോന്നുന്നു. ഇവിടെയുള്ള ആളുകൾ തന്നെ തലങ്ങ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ദരിദ്ര രാജ്യമാണ് അർമേനിയ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ കണ്ടാൽ ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങി വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ സിറ്റി മാളിനോട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ നേരെ മദർ അർമേനിയ ലക്ഷ്യമാക്കി നടന്നു. മാപ്പ് എടുത്ത് ഒന്നുകൂടെ നോക്കിയപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. വീണ്ടും ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി കാണിക്കുന്നു. അങ്ങനെ നേരത്തെ എടുത്തു വെച്ച ബസ് ടിക്കറ്റ് കയ്യിലുള്ളതുകൊണ്ട് അടുത്ത ബസ് സ്റ്റോപ്പിലെത്തി കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇരുന്ന് കഴിഞ്ഞില്ല, ദേ വന്ന് നമ്മുടെ ബസ്. വേഗം പോയി സീറ്റ് പിടിക്കാന്നുള്ള ആ ഒരു ഓട്ടത്തിൽ നേരെ ചെന്ന് പെട്ടത് ഡ്രൈവറിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ ആളും. അങ്ങനെ QR സ്കാൻ ചെയ്ത് നമ്മളൊന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും നമ്മൾ ദേ എത്തിയിരിക്കുന്നു. ആർക്ക് സമയമില്ലാത്ത ഈ ലോകത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരുക എന്നുള്ളത് കുറച്ച് പ്രയാസം തന്നെയായിരുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നൊന്നായി നടക്കുമ്പോൾ നമ്മുടെ ആവേശവും കൂടി വരും. ദേ ആ കാണുന്ന മലമുകളിലാണ് നമ്മൾ പറഞ്ഞ ആ സ്മാരക മ്യൂസിയം. പക്ഷേ വീണ്ടും പണി പാളി. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല ആ മലമുകളിലെത്താൻ. ഈ റോഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും കിടക്കുന്നതുകൊണ്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും താഴോട്ടിറങ്ങി അടുത്ത ബസ്സിൽ പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ അതിന്റെ വിഷ്വൽസ് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ അടുത്ത ബസ് കയറി നമ്മളിത് ഇവിടെ എത്തിയിരിക്കുന്നു. കണ്ടാൽ ഇന്ത്യ ഗേറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ചെറിയൊരു കവാടം. കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് തന്നെ ഇവിടുത്തെ ഒരു മാപ്പാണ്. ഇവിടുന്ന് എങ്ങനെ എവിടെയൊക്കെ പോകാം, എന്തൊക്കെയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നോക്കി നിന്നിട്ട് ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് അവിടുന്ന് നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്. നമ്മുടെ ഷൂ വിന്റർ ഷൂ അല്ലാത്തത് കൊണ്ട് മഞ്ഞിൽ ഇങ്ങനെ ഓടിച്ചാടി പോകുന്നത് അത്ര ബുദ്ധിയല്ലാത്തത് കൊണ്ട് ഞാൻ ആ പരിപാടി ഇങ്ങനെ നിർത്തി. ഒരാഴ്ച മുമ്പ് പെയ്ത മഞ്ഞ് എല്ലാവരും നടന്ന് പാറക്കല്ല് പോലെ ഉറച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കണ്ട കുട്ടികളുടെ ഒരു പാർക്കാണത്, ജുറാസിക് പാർക്ക്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടും അകത്തേക്ക് കയറാൻ നിന്നില്ല. രാവിലെ 2 ചപ്പാത്തിയും ഇത്തിരി വെള്ളം കുടിച്ചു വന്ന് എനിക്ക് സത്യം പറഞ്ഞ ഈ മല കയറി ശരിക്കും വലഞ്ഞു. ഇത് കണ്ടപ്പോൾ മനസ്സിലുണ്ടായ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അർമേനിയയിൽ എല്ലാവരും വെള്ളം കുടിക്കുന്നത് ഇങ്ങനെയാണ്. റോഡിന്റെ പല ഭാഗത്തും പാർക്കുകളിലും ഇത് ഒരുപാട് കാണാനുണ്ട്. അങ്ങനെ വെള്ളം കുടിച്ച് 2 മിനിറ്റ് കൂടി നടന്നപ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിയിരിക്കുന്നു. മലയാളത്തിൽ മദർ അർമേനിയെ കുറിച്ച് ഒരേ ഒരു വീഡിയോ മാത്രമേ യൂട്യൂബിലുള്ളൂ. അതെ, എല്ലാവർക്കും അറിയുന്ന പോലെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെയാണ്. അദ്ദേഹം എത്തിച്ചേർന്ന് ഈ ഒരു സ്ഥലത്തെത്തി വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് അഭിമാനം തോന്നും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെത്തിയ സമയം കുറച്ച് വൈകിപ്പോയി. ഇതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാനാവില്ല, ക്ലോസ്ഡ്. അതുകൊണ്ടാണ് ഇവിടെ അധികം ആരെയും കാണാൻ. പല രാജ്യങ്ങളിൽ നിന്നും ദിവസവും ഒരുപാട് ആളുകൾ വരുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. 1950 നവംബർ 29 2ാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയന്റെ വിജയത്തിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു കൽപ്രതിമയാണിത്. പക്ഷെ നമ്മളിപ്പോ ഈ കാണുന്ന പോലത്തെ ഒരു സ്ത്രീയുടെ പ്രതിമ അല്ലായിരുന്നു അന്ന്. അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരി സ്റ്റാലിന്റെ പ്രതിമയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അർമേനിയയിൽ സ്റ്റാലിന്റെ പ്രതിമ എവിടെയൊക്കെ ഉണ്ട് അതെല്ലാം പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവ്. അങ്ങനെ 1962 അർമേനിയയിൽ സ്റ്റാലിന്റെ പ്രതിമ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം പൊളിച്ചു മാറ്റി. പിന്നീട് 1967 അർമേനിയക്കാരുടെ അഭിമാനമായ ഇവരുടെ മാതൃരാജ്യത്തിന്റെ പ്രതീകമായ ഈ ഒരു സ്ത്രീ വാളും കൊണ്ട് നിൽക്കുന്ന ഈ ഒരു രൂപം നിർമ്മിക്കപ്പെട്ടത്. പക്ഷെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ ഒരു കൽപ്രതിമയ്ക്ക് മുമ്പിൽ ഒരിക്കലും അണയാത്തൊരു തീനാളമുണ്ട്. എത്ര ശൈത്യകാലത്തും
കഠിനമായ മഞ്ഞുവീഴ്ചയിലും ഈ തീനാളം അണയാറില്ല. എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായതുമില്ല. ശരിക്കും ഇതൊരു ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയാണ്. അങ്ങനെ ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച ഈ ഒരു സ്ഥലത്ത് ഞാൻ എത്തിയതിന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില യുദ്ധ ഉപകരണങ്ങൾ ഈ പ്രതിമയ്ക്ക് ചുറ്റും കാഴ്ചയ്ക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം എന്റെ മനസ്സിലും ക്യാമറയിലും ആക്കി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടർന്നു. എന്നെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അർമേനിയ എന്ന ഈ രാജ്യവും നിങ്ങളും കൂടിയാണ്, എന്റെ സബ്സ്ക്രൈബേഴ്സ്. അതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് എന്താണോ അത് നിങ്ങൾക്കും കൂടിയുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.